അൽഹംദുലില്ലാ അജ്മീറിലേക്കുള്ള യാത്രയിലാണ്. ബഹുമാനപ്പെട്ട അജ്മീർ ഹാജാ തങ്ങൾ സുൽത്താനുൽ ഹിന്ദ് എന്ന് വിശേഷിപ്പിക്കുന്ന, ഇന്ത്യയുടെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഖാജാ ഗരീബ് നവാസ് അജ്മീരി ഹാജാ തങ്ങളെ ചാരത്തേക്കുള്ള യാത്രയിലാണ്. ഇന്നലെ രാത്രിയാണ് ട്രെയിൻ കയറിയത്. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത്. അൽഹംദുലില്ലാ ഇന്നിപ്പോൾ ഞങ്ങൾ ഏകദേശം മഹാരാഷ്ട്ര കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ പുലർച്ചയോടുകൂടി ഞങ്ങൾ അവിടെ എത്തും ഇൻഷാ അല്ലാഹ്. കുഴപ്പമൊന്നുമില്ല, യാത്ര റാഹത്തിലാണ്, സന്തോഷത്തിലാണ്. ഹാജാ തങ്ങളെക്കുറിച്ച് അറിയാത്തവർ വളരെ വിരളം മാത്രമായിരിക്കും. കാരണം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അജ്മീറിനെ കുറിച്ചും അജ്മീർ ഹാജാ തങ്ങളെക്കുറിച്ചും അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അജ്മീറിൽ പോകാത്തവരാണെങ്കിൽ പോലും ആരാണ് ഹാജാ തങ്ങൾ, ആരാണ് അജ്മീർ ഉപ്പാപ്പ എന്നറിയാത്തവരുണ്ടാവില്ല. വലിയ അത്ഭുതം നിറഞ്ഞ ചരിത്രമാണ് ബഹുമാനപ്പെട്ടവരുടേത്. ഗരീബ് നവാസ് എന്നുള്ള ഓമന പേരിട്ട് ഹാജാ തങ്ങളെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ ഗരീബ് നവാസ് എന്നുള്ളത് അജ്മീറിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ടവർക്ക് ജനങ്ങൾ നൽകിയ പേരാണ്. കാരണം ഗരീബ് നവാസ് എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ രക്ഷകൻ എന്നാണ്. പാവങ്ങളെ ഒരുപാട് സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ജനങ്ങൾ കൊടുത്ത പേരാണ്, അംഗീകാരമാണ് ഗരീബ് നവാസ് എന്നുള്ളത്. ഹാജാ തങ്ങളെ ജനനത്തെക്കുറിച്ചും അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇന്ത്യയിലേക്ക് പ്രബോധനത്തിന് വന്നത് മുതൽ നമുക്കറിയാത്ത ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒരു 2 മിനിറ്റിനുള്ളിൽ ആരാണ് ഹാജാ തങ്ങളെന്ന്, എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നതെന്നും വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു തരാം.